നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ലഹരി പൂക്കുന്നു. കണ്ണിൽ ചോരയില്ലാത്ത മനസാക്ഷി മരവിപ്പിക്കും കൊടും ക്രൂരതയുടെ വാർത്തകൾ നിരന്തരം. അതിരുകളില്ലാത്ത ലഹരി ഉപയോഗത്തിൽ പിശാചുക്കളായി മാറി ഒരു വിഭാഗം യുവത. ഉറ്റവരെ പോലും കൊന്നുതൊള്ളാൻ മടിയില്ലാത്ത വിധം ലഹരി വലയത്തിൽ പെട്ടുപോകുന്നു നമ്മുടെ യുവത്വം. വടക്കാഞ്ചേരിയിൽ മദ്യലഹരിയിൽ യുവാവ് 2 പേരെ കുത്തി വീഴ്ത്തി. ഒരാൾ മരണമടഞ്ഞു. അരിമ്പൂര് വീട്ടിൽ സേവ്യർ ജെ അരിമ്പൂരാണ് കൊല്ലപ്പെട്ടത്. പാലക്കാട് വടക്കഞ്ചേരി സ്വദേശി അനീഷ് ഗുരുതര പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. പ്രതി വടക്കാഞ്ചേരി അടാട്ടുവളപ്പിൽ 32-കാരൻ വിഷ്ണു പോലീസ് പിടിയിൽ. ഉത്രാളിപ്പൂരത്തിന് മദ്യലഹരിയിലെത്തി യുവാക്കളുടെ അക്രമത്തെ തുടർന്ന് വ്യാപാരി കുഴഞ്ഞു വീണ് മരിച്ചു. മുള്ളൂർക്കര വാഴക്കോട് സിദ്ദിഖ് സ്റ്റോഴ്സ് ഉടമ അബ്ദുൾ അസീസാണ് മരണമടഞ്ഞത്. പൊന്നൂക്കരയിൽ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതിനിടെ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി 54-കാരനെ തല ഭിത്തിയിലിടിച്ച് കൊലപ്പെടുത്തി. പൊന്നൂക്കര സ്വദേശി സുധീഷാണ് കൊല്ലപ്പെട്ടത്. സംസ്ഥാനത്ത് ഉഷ്ണതരംഗം മുന്നറിയിപ്പ് പിൻവലിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരും. തൃശൂരിൽ താപനില 37 ഡിഗ്രി വരെ ഉയരും. വെള്ളിയാഴ്ച മുതൽ മഴ വരുന്നു. തിരുവനന്തപുരത്ത് ചാറ്റൽ മഴ ആരംഭിച്ചു. കുമ്പളങ്ങാട് മാലിന്യയാർഡിന് സമീപം ഇരുചക്രവാഹനം നിയന്ത്രണം വിട്ടുമറിഞ്ഞ് CPM ബ്രാഞ്ച് സെക്രട്ടറി മരണമടഞ്ഞു. മുണ്ടത്തിക്കോട് അമ്പലനട ബ്രാഞ്ച് സെക്രട്ടറി 33-കാരൻ ബിബിനാണ് ദുരന്തത്തിനിരയായത്. ഉത്രാളിപ്പൂര വെടിക്കെട്ട് കണ്ട് മടങ്ങുന്നതിനിടെയാണ് അപകടവും ദുരന്തവും. SIFL ജീവനക്കാരന്റെ മൃതദേഹം 100 കണക്കിന് പേരുടെ അന്ത്യാഞ്ജലിക്ക് ശേഷം സംസ്കരിച്ചു. ഇരിങ്ങാലക്കുട കല്ലേറ്റുങ്കര ഉണ്ണിമിശിക ദേവാലയത്തിൽ വൻ മോഷണം. ഓഫീസിന്റെ വാതിൽ കുത്തി തുറന്ന് ലക്ഷം രൂപ കവർന്നു. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ നിരീക്ഷണ ക്യാമറയിൽ. മുഖം മറച്ച് ഫുൾ കൈ ഷർട്ടിട്ട് കയ്യിൽ സഞ്ചിയുമായി മോഷ്ടാവ്. പണം കടത്തിയത് സഞ്ചിയിൽ നിന്ന് നിഗമനം. സമഗ്ര അന്വേഷണവുമായി പോലീസ്. എലിപ്പനി ഭീതിയിൽ ആരോഗ്യ കേരളം. 2 മാസത്തിനിടെ എലിപ്പനി ബാധിച്ച് മരണമടഞ്ഞത് 37 പേർ. ഇതിൽ 17 പേരുടെ മരണം സ്ഥിരീകരിക്കാതെ ആരോഗ്യ വകുപ്പ്. കഴിഞ്ഞ 2 വർഷമായി സംസ്ഥാനത്ത് എലിപ്പനി മരണനിരക്ക് ഉയരുന്നതായി കണക്കുകൾ. കഴിഞ്ഞ ദിവസം വരെ എലിപ്പനി സ്ഥിരീകരിച്ചത് 536 പേർക്ക്. വടക്കാഞ്ചേരി ലോകത്തിന് സമ്മാനിച്ച വിസ്മയപൂരം മുഴുവൻ ചടങ്ങുകളും പൂർത്തീകരിച്ച് ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. ആചാര വൈവിധ്യത്തിന്റെ സുന്ദര മഹിമയായി പൊങ്ങലിടി ചടങ്ങ്. ബുധനാഴ്ച പുലർച്ചെ നടന്ന വെടിക്കെട്ട് ദൃശ്യവിസ്മയമായി. സമാപന ദിനത്തിലെ കൂട്ടിയെഴുന്നള്ളിപ്പ് പൂരപ്രേമികൾക്ക് സമ്മാനിച്ചത് ഒരൽപ്പം നിരാശ. കണ്ണികളായത് കോലം വെച്ച 3 ആനകൾ മാത്രം. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം. ദേവി ഭാഗവത നവാഹ യജ്ഞത്തിന് തുടക്കം. കല്ലടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പാതിരിക്കോട്ടുകാവിലേക്ക് നാമജപഘോഷയാത്ര. കോമരം വാസുദേവ് മാരാത്ത് നേതൃത്വം നൽകി. നവാഹയജ്ഞം കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി P. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ദേശീയപാതയിലെ അപകട ദുരന്തങ്ങൾ ഇല്ലാതാക്കാൻ കർമ്മ പദ്ധതിയുമായി ജില്ലാ ഭരണകൂടം. വാളയാർ അങ്കമാലി സെക്ഷനിലെ 11 അപകട മേഖലകളിൽ അപകടങ്ങൾ ഇല്ലാതാക്കുന്നതിനാണ് തീരുമാനം. കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ 13% പൂർത്തിയായതായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥർ. അതിരപ്പള്ളി പഞ്ചായത്തിലെ വിവിധ ആദിവാസി ഉന്നതികളിൽ അനധികൃത മദ്യവിൽപ്പന.
ജീപ്പിലെത്തിച്ച 40 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി ഒരാൾ പിടിയിൽ. ചാലക്കുടി സ്വദേശി 52-കാരൻ രമേശാണ് പിടിയിലായത്. കൊടകരയിൽ വീട്ടുവാടക നൽകാത്തതിന് വീട്ടുടമയെയും സുഹൃത്തിനെയും മർദ്ദനത്തിൽ യുവാവിന് ഗുരുതര പരിക്ക്. കൊടകര ആലത്തൂർ സ്വദേശി രഘുവിന്റെ കൈക്കാലുകൾക്കാണ് പരിക്കേറ്റത്. അക്രമത്തിൽ ഒരാൾ പോലീസ് പിടിയിൽ. ഇരിങ്ങാലക്കുടയിൽ ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ. നടവറമ്പ് സ്വദേശി ദീപക്കിനെയാണ് സെന്റ് ജോസഫ് കോളേജ് പരിസരത്ത് നിന്ന് പിടികൂടിയത്. ആളൂരിൽ MDMA-യുമായി 3 പേർ പിടിയിലായി. പിടികൂടിയവരിൽ പ്രായപൂർത്തിയാകാത്ത വ്യക്തിയും.